हेलो। സോറി ഉസ്താദ്. നിങ്ങൾ മ്യൂട്ടാണ്. മ്യൂട്ടാണ്. ഓക്കെ അല്ലേ? ആ ഓക്കെ. ഓക്കെ. ഞാന് സൂം തുറക്കലില്ല, അതാണ് ആദ്യമായിട്ട് ഇപ്പൊ നിങ്ങളെ സൂമിൽ മീറ്റ് ചെയ്യുന്നത്. ജീവിതം മുഴുവൻ സൂപ്പർമാൻ. ആ സുഹൈല് ഗൾഫ് പോയാലോ? സുഹൈല് ഗൾഫിൽ ആ ആ, പോയി. ആ. സുഹൈൽ ഇപ്പൊ എന്താ പറയാ, അവിടെ എന്റെ കൂട്ടുകാരന്മാരെ കൂടെ എന്തോ ടൈപ്പിംഗ് സെന്റർ ഒക്കെ തുടങ്ങിയിരുന്നു. തുടങ്ങിക്കണം മാഷാ അല്ലാ. ആ ആ. അപ്പൊ ഇവിടുത്തെ ഇതോ ആമസോണിൽ ഉണ്ടായിരുന്നില്ല അവന്? ആമസോണിലെ ഫ്ലിപ്കാർട്ട്. ഉണ്ട്. ഇപ്പൊ അതിങ്ങനെ ചെറുതായിട്ടുണ്ട് അതില്. ആ ആ അതിങ്ങനെ ആ. ഇപ്പൊ ഇതില് ഇപ്പൊ ഇങ്ങനെ അവര് ഉം, എ ഉം. ഐ ഒക്കെ വന്നപ്പോഴേ ആമസോൺ എല്ലാരും പിരിച്ചുവിടാണ്. ആ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ്. ശരി ശരി. ആ. പിന്നെ മാത്രല്ല അത് നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്, എവിടേക്കും തിരിയാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ അതെ. എന്താ പറയാ, ഉം, ഉം. ലാംഗ്വേജിൽ ഇപ്പൊ ഈ എ ഐ ടൂൾസ് ഒക്കെ വന്നോണ്ട് ആ ആ ആ. ഇവരിപ്പോ ആവശ്യമില്ലാന്ന് പറഞ്ഞു ആമസോൺ. ആവശ്യല്ലേ. ഉം, ഉം, ഉം. ശരി നീ ശരി. AI പഠിക്കണം. ആ ആ. നിങ്ങള് മൗനത്തിലല്ലേ? ഞാൻ മൗനത്തിലാണ്. ആ ആ ആ. അവിടെ ഒരു കെബീർക്ക് ഉണ്ടല്ലോ, പിരിവിനൊക്കെ പോണ്, അറിയോ? ഉണ്ട്, കുറെ ആൾക്കാരുണ്ട് ആ റിസീവർ ആയിട്ട്. റിസീവറായിട്ട് മൂപ്പര് എന്റെ ബോംബെത്തെ ഷോപ്പിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ആളാ. നമ്മളെ അയങ്കലത്തെ നാസർക്കാന്റെ അവര് നമ്മളെ കബിൾ ട്രാവൽസിന്റെ നാസർക്കാന്റെ കുടുംബമല്ലേ മൂപ്പര്. മൂപ്പരല്ലേ? ആ ആ ആ ആ. ഈ ആ കെബീർക്ക് ഗോവ, ബോംബെ, അവിടെയൊക്കെയാണ് മൂപ്പര് ആ റെസീവ് പിരിവ് അടക്കണം. ആ അതന്നെ. മൂപ്പര് അവിടെ ഒരു തൊണ്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ എന്നിട്ട് എല്ലാരുടെ അടുത്തും ഉണ്ടാവും. എന്നിട്ട് 6 മാസം, ഒരു വർഷത്തിന്റെ ഇടയിൽ വന്നിട്ട് അവര് എടുത്തു കൊണ്ടുപോകും. നല്ലതാണ്. അത് ശരി, അങ്ങനെ ആ. ഉണ്ടാവും. അല്ല, അത്രയും വ്യാപിച്ചു മൗനത്തിന്റെ ഉണ്ട് ഉണ്ട് ഉണ്ട്. മൗനത്തിന്റെ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും വ്യാപിച്ചു കിടക്കുകയാണ്. ഞാൻ അതന്നെ. കുറേ സ്ഥലത്ത് കുറേ ഷോപ്പുകളിൽ ഇത് സ്ഥിരമായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ റിസീവർമാരായിട്ട് അതിന് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അവർക്ക് 40% കമ്മീഷൻ കൊടുക്കണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ പണിയെടുക്കുന്ന കാശ് പണിയെടുക്കുന്ന സാലറി വേണല്ലോ, സാലറി. ഉം. പിന്നെ പറയാം. ഞാനേ നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് സലിസ? അല്ല, ഞാനിപ്പോ 82 കിലോനാണ്, 82 പോയിന്റ് സംതിങ്. ഒരു 82 kg. ഒരു ഓക്കെ. ഹൈറ്റ് എത്ര വരും നിങ്ങള്? 2 വർഷമായിട്ട്, 2 വർഷമായിട്ട് അത്രയാണ്. ആ ആ ആ. 171. ഞാൻ പറഞ്ഞു 171, 172. 171. ഓക്കെ. നിങ്ങളിൽ ടാപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വയറിന്റെ അളവ് ഉണ്ട്. അളക്കാൻ? ഞാൻ ഇപ്പൊ അടുത്ത് 2 ആഴ്ച മുമ്പ് അളന്നുണ്ട്. അപ്പൊ 171 എത്രയാണ്? തന്നെ. അല്ല, വെയിസ്റ്റ് ലൈൻ, അല്ല, വെയിസ്റ്റ് ലൈൻ. വേസ്റ്റാ. ആ വെയിസ്റ്റ് ലൈൻ അരക്കെട്ട് നോക്കി. അരക്കെട്ട് ആ അരക്കെട്ടാ. ആ. നോക്കട്ടെ. അല്ലാഹുവേ, ഞാൻ രാവിലെ എക്സർസൈസ് ചെയ്ത് കയ്യും കാലൊക്കെ വേദനയുണ്ട് കുറെ കാലത്തിന് ശേഷം. മാഷാ അല്ലാ. ആ. വയറിന്റെ അളവ് സെന്റിമീറ്ററിൽ നോക്കി. നോക്കാം നോക്കാം. ഉണ്ടോ? ടാപ്പ് ഉണ്ടോ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. മെഷീനൊക്കെ ഇവിടെ ഉണ്ട്. ആ മെഷീന്റെ അടുത്ത് തന്നെയാണ് തയ്യാറുള്ളത്. ആ ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. സെന്റിമീറ്ററിൽ നോക്കി. ആവശ്യമുള്ള സമയത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് ഉണ്ടാവില്ല. അറിയാലോ. ആ, അതെ അതെ. നാസിയ, 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 ഇവിടെ മറ്റേ ടാപ്പ് ഇല്ലേ, മറ്റേ ടാപ്പ് അല്ലേ നമ്മളെ മെഷീൻ്റെ ഉണ്ടായിരുന്ന ടാപ്പ്, ഈ അളക്കണ. ഒരു മിനിറ്റ് ഇട്ടാ. ആ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അത് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇൻഷാല്ല പിന്നെ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞാൽ വൺ മതി. മിനിറ്റ് 1 മിനിറ്റ്. ആ ഒരു ഏകദേശം ഇപ്പോ ഞാൻ ഞാനേ ആ ഒരു ഏകദേശം കണക്കി ഞാൻ നോക്കട്ടെ. ആ. അല്ല, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ ആ രണ്ട് പ്രാവശ്യം, ഇങ്ങനെ വെക്കുമ്പോ 2 പ്രാവശ്യം ഉണ്ട്. ആ ആ ആ ആ. അത് ഏകദേശം എത്ര, ഏകദേശം ഉണ്ടാവും? സാധാരണഗതിയിൽ ഒരു ഞാൻ പറഞ്ഞുതരാം സാർ, ഞാൻ പറഞ്ഞുതരാം.
അപ്പൊ ആ നോക്കി അനുസരിച്ചിട്ട് നമ്മളെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് ആദ്യം വേണ്ടത്. നമ്മൾ എത്രയാണോ ഉം, ഹൈറ്റ് ഉള്ളത് അതിനനുസരിച്ച്. അപ്പോൾ 171 സെന്റിമീറ്റർ ആണ് നിങ്ങളെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുറക്കുക. അതാണ് നിങ്ങളെ യഥാർത്ഥ ഉം. വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 70 കിലോ നിങ്ങൾ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പാടുള്ളൂ. 12 കിലോനോളം കൂടുതൽ എക്സസ് വെയിറ്റ് ആണ് ഒന്ന്. ആ നമ്പർ വൺ. അപ്പോൾ 12 കിലോ നമ്മൾ കൂടുമ്പോൾ നമ്മളെ വെയിറ്റ് മാത്രമല്ല കൂടുക, അതിനനുസരിച്ചുള്ള ഫാറ്റും നമുക്ക് ശരീരത്തിൽ അടിച്ചു കയറും. ഉം, ഈ ബ്ലാക്ക് ഷെയ്ഡിങ് ഒക്കെ ഉം, ഫാറ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ശരീരത്തിൽ തൂങ്ങി കിടക്കുന്നതൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് ഫാറ്റ് കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഉം, ഉം, ഉം. ഓക്കെ, അതാണ് അതിന്റെ ലക്ഷണം. പിന്നെ നമുക്ക് ഫാറ്റ് ആ, മോണിറ്റർ എന്ന് പറയുന്ന ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഉം, അടുത്തതാണ് BMI ലെവൽ. BMI എന്ന് പറഞ്ഞാൽ നമ്മളെ ഷേപ്പിന് പറയുന്ന പേരാണ്. അതിന്റെ വേറൊരു വേർഷൻ ആണ് ഈ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. വേസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉം, വയറിന്റെ അളവ്. കാരണം നമ്മൾ ഒരു ഓവൽ ഉം, ഷേപ്പിലാണ് ശരീരം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ഉം, അപ്പൊ ഈ ഓവൽ ഷേപ്പ്, അപ്പൊ വയറ് മാത്രം ഇങ്ങനെ ചാടി നിൽക്കുന്ന സമയത്ത് ആ വേസ്റ്റ് ലൈൻ ആണ് ശരീരത്തിന് മൊത്തം BMI ലെവൽ നിശ്ചയിക്കുക. ഉം. അത് ഒരു 80 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ഇപ്പോ പറഞ്ഞ പ്രകാരം വെച്ചിട്ട് ഒരു എന്തായാലും ഒരു 100ന്റെ അടുത്തുണ്ടാവും. 100, 105 ഒക്കെ ഉണ്ടാവും സെന്റിമീറ്റർ. എന്റേതാ സെന്റിമീറ്റർ വയസ്സിൽ നോക്കുമ്പോൾ. പിന്നെ ആ 100, 105, 100 സാധനം 70. നാളെ ഞാൻ കുറച്ച് മുമ്പ് നോക്കിയിരുന്നു. ആ അപ്പോ എത്ര 70, 72 ആ ലെവലിലാണ്. 72 സെന്റിമീറ്റർ ആണെങ്കിൽ ഓക്കെയാണ്. ആ 80 സെന്റിമീറ്റർ ആണ് അത് മാക്സിമം പോകാൻ പാടുള്ളൂ. ഉം. വയറ് ചാടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇല്ല. വേണമെങ്കിൽ വേണ്ടത് കാണിച്ചു തരാം. ആ അള്ളാ. ആ ശരി ശരി. അതെന്ത്? ഓക്കെ 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 കുഴപ്പമില്ല. ആ സൈഡിൽ കണ്ടില്ലേ ഉസ്താദ്? ആ സൈഡിൽ കണ്ടില്ലേ? സൈഡ് ഉണ്ട്, സൈഡ് ഉണ്ട്, ഉണ്ട് ആ ഉണ്ട്, സൈഡ് ആ ഉണ്ട്. അവിടെ മാത്രമാണ് സെറ്റപ്പ് ആക്കേണ്ടി വരും. സൈഡിന്റെ അവിടെ മാത്രമേ ആ. ഉത്സവം ഒന്ന് റെഡി ആക്കേണ്ടി ഉള്ളൂ. വയറ് കുറച്ചും കൂടി ആക്കാണ്ട്, വയറ് കുറച്ചും കൂടി ശരിയാക്കാണ്ട്. അതാണ്, അത് മാത്രം ഒന്ന് വയറ് റെഡി ആയാൽ. ചാടിയിട്ടില്ല. ഉം, വയറ് എന്താ പറയാ, ഒരു ഇങ്ങനെ ഉം. ഫ്രണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ആ പൊന്തിക്കുന്നുണ്ട്. അടിവയറ് കുറച്ചുള്ളൂ, കുറച്ചുണ്ട്. ഓക്കെ. ഉസ്താദിന്റെ ഫുഡ് ഹാബിറ്റ് ഒന്ന് പറഞ്ഞുതരുമോ? എങ്ങനെയാണ് ഉസ്താദിന്റെ ഫുഡ് ഹാബിറ്റ് ഒന്ന്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാന് എന്തും അവിടെ തിന്നും, എന്തും തിന്നും. അല്ലെന്നു ഇപ്പൊ എന്ത് ഇപ്പൊ തിന്നിച്ചാല്? ഞാൻ ബീഫ് കുറച്ചുണ്ട്, ബീഫ് കുറച്ചുണ്ട്. ഉം, അങ്ങനെ വാരി വലിച്ചൊന്നുമില്ല, അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ ശരി. ഒരു നോർമലാണ്. എന്റെ ഫുഡ് ഹാബിറ്റ് നോർമലാണ്, ഉള്ള പോലെയല്ല. ഓക്കെ. ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് നന്നായി കഴിക്കും. കഴിക്കും. സാലഡ്, ശരി ശരി, ഇങ്ങനത്തെ വെരി ഗുഡ്. ഐറ്റംസ് നന്നായി കഴിക്കും. അടിപൊളി. ഈ ഇറച്ചി ഇതുപോലെ ചിക്കൻ പൊരിച്ചു കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോവുക, വേറെ കാര്യം. ആ ആ അതിലൊരു വീക്ക്നെസ് ആണ്. ബീഫ് ഒന്നും ചിക്കന്റെ കാര്യം. ചിക്കൻ പൊരിച്ചത്. ഓക്കെ. ആ. നിങ്ങളെ മോന്. ചിക്കനിൽ ഫാറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കഴിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെ മൗനത്തിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കല്ലേ? ആ അവിടെ ആ തന്നെ. അപ്പോ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ട് അവരുണ്ടാക്കി തരുമോ? എന്തൊക്കെയാണ് സെലക്റ്റീവ് ആയിട്ട് എന്താ അല്ല നിങ്ങൾക്ക്, ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അല്ല നിങ്ങൾ ഞാൻ ചോദിക്കുക ഉദ്ദേശിക്കുന്നത്? വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് അവര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ അവിടെ ഉള്ള മെനുവിനനുസരിച്ചല്ലേ ഉണ്ടാക്കല്? അല്ല, നമുക്ക് ഫുഡ് ഇപ്പൊ വീട്ടിൽ പോയി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. വീട് അടുത്ത് തന്നെ അല്ലേ, ഭാര്യ ആ വീട് അടുത്ത് തന്നെ, അവിടെ പോയി ശരി ശരി. കഴിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യല്? ഇപ്പൊ മൗനത്തിൽ നിന്നല്ല കഴിക്കല്? അല്ല, എളുപ്പം നിങ്ങളിപ്പോ അങ്ങനെ ഇപ്പൊ എന്താണ് പറയാ, ആ ആ രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറയാം. ശരി. അല്ല, എങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള കറണ്ട് സിനാരിയോ എങ്ങനെ? അവിടുന്നാണോ? അവിടുത്തെ സെയിം ആ ഭക്ഷണം തന്നെ. അവിടെ അതിലാണ് പച്ചക്കറി ഉണ്ടാവും, ആ ഒക്കെ ഉണ്ടാവും. അവിടുന്ന് എങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? രാവിലെ ഉച്ചക്കൊക്കെ. അവിടെ രാവിലെ കാലിച്ചായ, ബിസ്ക്കറ്റ്, പിന്നെ പിന്നെ രാവിലെ നാസ്തക്ക് എന്താ പറയാ, ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, പുട്ട, ഉം, ഉം. പിന്നെ ഇടിയപ്പ, ഒക്കെ ഉണ്ടാവും. ഉച്ചക്ക് ചോറ്. ഉച്ചക്ക് സാധാ ചോറും. ആ രാത്രി ചപ്പാത്തി കഴിക്കല്. ആ ഇപ്പൊ ഞാൻ ഒരു മാസത്തിന്റെ അടുത്തായിട്ട് രാത്രി ചോറ് വെക്കല് കുറവാണ്, കുറവാണ്. ഓക്കെ ചപ്പാത്തിയാണ്. ഓക്കെ. ഉം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാക്രിഫൈസ് ചെയ്യണതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാല് ആ രാത്രി നേരത്തെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ നേരത്തെ കുട്ടികളുണ്ട്, രണ്ടുപേരും. ആ ഒരു നിലക്കും ഞാൻ 10, 10:30 ഉറങ്ങാൻ വിചാരിക്കും. നോ ആ രക്ഷ, 12 മണി കണ്ടിരിക്കും ആ ആ എന്റെ കുട്ടികൾ. ആ ആ അതിന് പറഞ്ഞതിന്റെ ആവശ്യമില്ല. അതെ അപ്പൊ അതെ. ഞാന് അന്നത്തോളം വെയിറ്റ് കുറയാതിരിക്കാൻ കാരണം ഈ രാത്രിയിലെ നേരെ വൈകി ഉറക്കം ഉം. വെയിറ്റ് എന്താ പറയാ കൂടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അത് അതെ ശരിയാണ് അതെ. അല്ലേ? ഉം. ശരിയാണ്. അതെ അതെ. അപ്പൊ എന്നിട്ട് അവിടെ രാവിലെ നിങ്ങൾ സുബഹിക്ക് നീച്ച് രാവിലെ നീക്കൂലേ?
രാവിലെ എണീച്ചു. പിന്നെ അത് ഒരു 10 മണിക്ക് ശേഷം 1 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ ഞാൻ. ഉറങ്ങുന്നുണ്ട്. രാത്രിക്കത്തെ ഉറക്കം 10 മണി. ജഗമൊക്കെയാണ്. പറ്റും. അത് രാത്രിയാണ് ഉറങ്ങേണ്ടത്. അത് ആ നമ്മൾ ക്ഷീണമായിട്ട് ഉറങ്ങണതാണ്. ആ ഉച്ചക്ക് ആ പകല് ഉറക്കം ശരി ഉറക്കം ശരി. പറ്റുകൊണ്ട് ക്ഷീണം തലവേദന ഒക്കെ ആയിട്ടുള്ള ഉറക്കമാണ്. അങ്ങനെ അങ്ങനെ രാത്രിയിലെ ഉറക്കാനുള്ള ഉറക്കം. ഉറക്കം ഉറക്കം അപ്പൊ ഉറക്കം. ഉം. രാത്രിയുടെ ഉറക്കാണ് ഈ ഉം. ഉം. കുട്ടികളുണ്ടായതുകൊണ്ട്. ആ കുട്ടികളുണ്ടായതുകൊണ്ടല്ല, ഉം. അങ്ങനെയൊക്കെ. അതല്ല അതിപ്പോ അത് എല്ലാവരും അവസ്ഥ നടക്കും. എല്ലാവരും അവസ്ഥയിലുള്ളൂ. പിന്നെ നമ്മളായിട്ടായിട്ട് ഉം. ഉറങ്ങണം. ഓക്കെ, ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. തന്നെ തന്നെ. ഇപ്പൊ ഉസ്താദ്, ഇപ്പൊ നിങ്ങളെ സമയത്തോളം വലിയ ആ നിങ്ങൾക്ക് നിങ്ങൾ കുറെ അധികം ശ്രമം പിന്നെ നടത്തിയിട്ടുണ്ട്. എനിക്ക് എനിക്ക് 15 വർഷമായിട്ട് ഒരു വേറെ ഒരു പ്രശ്നമുണ്ട്. ഉം. ആ 15 വർഷമായിട്ട് ഈ ഒരു ഉം. കാലിന്റെ അടിയിൽ ഒരു തരിപ്പ്, പിന്നെ തിരിപ്പ്. തലന്റെ ഇവിടെ ഒരു പെരുപ്പ്, അങ്ങനെ അങ്ങനെ ഉം. ഓവർ ടെൻഷൻ വരുമ്പോ അത് അതെ അതെ തരം അതെ. അത് തരം ഉം. ഉണ്ടാവും. ഉം. അത് ചിലപ്പോ ഈ അമിതഭാരം കൊണ്ടും പിന്നെ ഹൃദയമിടിപ്പ് കൊണ്ടൊക്കെ വരുന്നതായിരിക്കാം ഉം. തോന്നുന്നു. ശരി ശരി. അങ്ങനത്തെ അല്ലേ, ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ തലപെരുപ്പം, ഉം. ഉം. ഇവിടെ ഇങ്ങനെ ഈ ഉറക്കക്കുറവും ഒക്കെ ആയിട്ട്. ഉം. ഉം. പിന്നെ അന്നത്തെ ജീവിതശൈലിയല്ലേ. ശരി ശരി. ഓക്കെ. ഏഹ് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ സാറോട് പറയാം. ഇപ്പോ നിങ്ങളെ സമയത്തോളം ഒരു ആ 12 കിലോനാണ് നിങ്ങൾ എക്സസ് വെയിറ്റ് ആയിട്ടുള്ളത്. ആ ഓക്കെ. പിന്നെ നിങ്ങളെ സമയത്തോളം നമ്മളെ മൂഡ് തന്നെ ശരിയാവാക്കാനും നമ്മളെ മൂഡ് മൊത്തം അവതാളത്തിലാക്കാനും ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മതി: ഡിസോർഡർ ആയിട്ടുള്ള സ്ലീപ്പ്, ഉറക്കം. അതന്നെ. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റൂല. നമുക്ക് അനുഭവം ഉള്ളതാണ്. ആ നമുക്ക് നല്ലപോലെ നമ്മൾ ഉറക്കം റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റില്ല. ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോയി ഉം, എവിടെയെങ്കിലും പോയി കുത്തും. പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഉം, മാത്രല്ല, നമുക്ക് സംസാരിക്കാൻ പോലും ആൾക്കാരായിട്ട് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ഒന്ന് ഹാപ്പി, ഉം, കാരണം ഫ്രഷ് മൈൻഡ് നമുക്ക് കിട്ടൂല. കാരണം ഉം. ഉണ്ടാവണ ഒരു വിഷയം 7 മണിക്കൂറിനപ്പുറം ആ നമുക്ക് ഉറങ്ങാം. ആ 7 മണിക്കൂർ വരെ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പിറ്റത്തെ ദിവസം ഡിസോർഡർ ആയിരിക്കും. അതെ. ഉറപ്പാണ്. ആ അപ്പൊ അതിനെ അനുസരിച്ചിട്ടുണ്ടാവുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ആം, ഈ തലയിൽ വരുന്ന പെരുക്കം, അതേപോലെ ഒരു ഉം, ഒരു പെരുപ്പം. സ്ട്രെസ്, ആ സ്ട്രെസ് സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്, അതൊക്കെ ഇതിനെ കുറിച്ചിട്ട് ഇതിനെ സ്ട്രെസ് ഉണ്ടാവുന്നതാണ്. ഫീൽ ചെയ്യണം. അപ്പൊ നമുക്ക് പിന്നെ നിർബന്ധിത സാഹചര്യം കൊണ്ട് ചെയ്യേണ്ട കുറെ വർക്കുകൾ ഉള്ളത് ഉറക്കത്തിന്റെ കൊണ്ടാണ്. അല്ലേ. നിർബന്ധിത സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ട വർക്കുകൾ ഉള്ളത് കൊണ്ടാണ് പിന്നെ അതിനൊക്കെ അതിജയിച്ചിട്ട് നിങ്ങൾ പോകുന്നത്. എനിക്ക് വർക്ക് ഒരിക്കലും ഞാൻ എന്റെ വർക്ക്, അല്ല വർക്ക് ഞാൻ എവിടെ ജോലി ചെയ്യുന്ന അത് ഞാൻ വളരെ താല്പര്യത്തോടെ ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സ്ട്രെസ്സും ഇല്ല അല്ല, എന്റെ വർക്കിൽ. അതുകൊണ്ട് പറയണ്ട. ഞാൻ പറയണതേ, വർക്ക് എനിക്ക് ഒരിക്കലും സ്ട്രെസ് ആയി തോന്നിയിട്ടില്ല ഇതുവരെ. അല്ല ഞാൻ പറയണത് എന്താ വെച്ചാല്, ഉം, ഇപ്പൊ മുന്നിൽ ജോലി എന്നുള്ള കാര്യം ഉം, ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെ നിങ്ങൾ ഓവർകം ഉം. ചെയ്തിട്ട് പോകും. അത് സാധാരണഗതിയിൽ എല്ലാവരുടെയും ആ ഒരു അവസ്ഥയാണ്. ഇത് ആ ഇത് ആ ഫ്രീലാൻസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ സമയത്തായിരിക്കും നിങ്ങൾ ചെയ്യുക. കാരണം ഒന്നാമത്തെ ഡിസോർഡർ ആയിട്ടുള്ള ലൈഫാണ്. ആ പിന്നെ നിങ്ങള് ശരിയാ. ഇപ്പൊ നിങ്ങള് ഡെയിലി ഇപ്പൊ നമ്മള് ശരീരത്തിന് വെയിറ്റ് ലോസ് നടക്കുന്നതിന്റെ ശാസ്ത്രീയ രീതി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളെ ശരീരത്തിന് ഒരു ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള എന്തും കലോറിയാണ്. വെള്ളം ഒഴിച്ച് ബാക്കിയുള്ളത് എന്തും കലോറി എന്നാ പറയും. ഉം, ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾക്ക് പറയുന്ന ഉം, പേരിന്റെ ശാസ്ത്രീയ നാമം കലോറി എന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ശരീരത്തിന് ആവശ്യമുള്ള ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഡെയിലി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെയിലി ആവശ്യം 1000 മുതൽ ഉം, 1250 കലോറി വരെ ആവശ്യമുണ്ട്. ഉം, അതിൽ എക്സസ് ആവുന്ന സമയത്ത് എത്രയ്ക്ക് നമ്മൾ എക്സസ് ആയിട്ട് കഴിക്കുന്നു, ആ എക്സസ് ആയത് നേരെ കൺവേർട്ട് ആവുന്നത് നേരെ ഫാറ്റിലേക്കാണ്. മോർ കലോറി മോർ ഫാറ്റ് ഉം, എന്ന് പറയും. ഈ മോർ ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ എക്സസ് വെയിറ്റ് ആയിട്ട് മാറും. ഉം. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഉൾട്ട, നേരെ അതിന്റെ ഓപ്പോസിറ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളെ കലോറിനെ നിങ്ങൾ കലോറി ആ കുറക്കുക. കലോറി കുറക്കുക. അതിന്റെ അർത്ഥം ഭക്ഷണം കുറക്കുക, കുറക്കാന്നല്ല. അതായത് കലോറി കുറഞ്ഞുള്ള ഫുഡ് കഴിക്കുക അല്ലെ. യെസ്, വെരി ഗുഡ്. ഓക്കെ. കലോറി കുറഞ്ഞ ഉം, ഭക്ഷണം കഴിക്കുക, നമ്പർ 1. നമ്പർ 2, അത് ഒരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലൂടെ നിങ്ങൾ കൊണ്ടുവന്നാൽ, ഒരു എക്സസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷേപ്പ് കിട്ടും. വെയിറ്റ് ലോസ് നടക്കാൻ എളുപ്പമാണ്. വെയിറ്റ് ലോസ് നിങ്ങൾ പട്ടിണി കിടന്നാൽ നിങ്ങൾ നോമ്പ് പോയിട്ട് നോക്കി നിങ്ങൾ കുറയും. പക്ഷെ അത് നിശ്ചിത കിലോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റക്ക് ആവും. നമ്മുടെ ശരീരത്തിന് 3 തലാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് വാട്ടർ ഫാറ്റ്, മറ്റൊന്ന് ബോൺസ് ഫാറ്റ്, മറ്റൊന്ന് ഉം, സ്പോഞ്ച് ഫാറ്റ്.
ഈ വാട്ടർ ഫാറ്റ് പെട്ടെന്ന് നമുക്ക് പട്ടിണി കിടന്നാലും കുറയും. നമ്മൾ വല്ലാതെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ സ്പോഞ്ച് ഫാറ്റും അതേപോലെ ഉം. ബോൺസ് ഫാറ്റും കുറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ വർക്കൗട്ട് കൂടി, അഥവാ നിങ്ങളെ ശരീരത്തിന് മൂവ്മെന്റ് ചെയ്യിക്കണം. ശരീരം മൂവ്മെന്റ് ചെയ്യണം. മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഉം. നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് നടക്കുക, ഷേപ്പ് കിട്ടുക. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം നോക്കി, ഇപ്പൊ ഈ ഇരുത്തം തന്നെ നിങ്ങൾ രാത്രി വരെ ഇരുന്ന് നോക്കി, നിങ്ങളെ നടുവൊടിയും, ആ സ്റ്റിഫ്നെസ് വരും. അതേസമയം ആണ്. നിങ്ങൾ ഒരു മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ശരീരത്തെ മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ശരീരം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് മാറും. ഈ ലോജിക്ക് തന്നെയാണ് നമ്മളെ വെയിറ്റ് ലോസിന്റെ റിസൾട്ടിന്റെ ഉള്ളത്. അപ്പൊ ഇതിനെ ആണ്. ഒരു എന്താ പറയാ, ഒരു കോച്ചിന്റെ സഹായത്തോട് കൂടി, നല്ലൊരു കമ്മ്യൂണിറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ക്ലിയർ ആയോ? ആ. ഓക്കെ. ആ, എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് വരുന്നത് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ 2 വർഷമായിട്ട് ഒരേ വെയിറ്റിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഉം. അവയർനെസ് നമ്മളെ ആൾക്കാർക്ക് ഇല്ല. നമ്മള് നമുക്ക് മൂഡ് വരുന്ന സമയത്ത്, ഇത്രയേ ഉള്ളൂ, നമുക്ക് മൂഡ് വരുന്ന ഉം. സമയത്ത് നമ്മൾ കുറച്ച് ഫുഡാണ് കൺട്രോൾ ചെയ്യും. ഒരാഴ്ച ചിലപ്പോൾ വർക്കൗട്ടിന് പോകും, ജിമ്മിന് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തും. ഒരു മാസം എത്ര മുത്തക്കിയായിട്ട് നമ്മൾ നോമ്പ് നോക്കും, അത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് പറ്റണില്ല? അത് തന്നെ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ആണ്, മൈൻഡാണ് ഇതിന്റെ പ്രധാനം. അപ്പോ യെസ്. അപ്പൊ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയോട് കൂടെയാണ്, ഏത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ കൂടെയാണ് ഉള്ളത്, അതിനനുസരിച്ചിരിക്കും നമ്മളെ റിസൾട്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. ഓക്കെ. ഇത് ഞാൻ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാല്, നിങ്ങൾ ഫുഡിനെ കൺട്രോൾ ചെയ്യാൻ, ഫുഡ് നിങ്ങൾക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയാണ്. അത് തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പല ആൾക്കാരും, ഞാനിപ്പോൾ ഏറ്റവും ഉം. കൂടുതൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസി ഷെഡ്യൂളിൽ ജീവിക്കണേ, എപ്പോഴും തിരക്കായിട്ട് നിൽക്കണേ, ഷോപ്പ് നടത്തുന്ന ആൾക്കാർ, നേരം വണ്ണം ബാത്റൂമിലേക്ക് പോകാൻ പോലും നേരമില്ലാത്ത ആൾക്കാരാണ് അവര്. അവരെയാണ് ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് എങ്ങനെ റിസൾട്ട് എടുത്ത് നോക്കാന്ന് ഞാനിപ്പോ കാരണം ഞാൻ അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ്. ഉം. അതാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അറിയാം. ഉം. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഓഫീസ് ഓറിയന്റഡ് ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ സാധനങ്ങളൊക്കെ എത്തും. ഉം. നിങ്ങൾക്ക് ഉം. നിങ്ങൾക്ക് എല്ലാം ഓർഡർ ചെയ്താൽ മതി, സാധനങ്ങൾ നിങ്ങൾക്ക് റെഡിയാക്കിയിരിക്കും. വീട്ടിൽ പോയാലും സാധനങ്ങൾ റെഡിയാ. ഉം. കോളേജിൽ അവിടെ മൗനത്തിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സാധനങ്ങൾ റെഡിയാണ്. നിങ്ങൾ കഴിക്കേണ്ട താല്പര്യം മാത്രം കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു അരമണിക്കൂർ ഇൻഷാ അള്ളാ. ഡെയിലി നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഓ, ഇഷ്ടം പോലെ. മാഷാ അല്ലാ. അത് മതി. അത് പിന്നെ ചോദിക്കണ വെച്ചെങ്കിൽ. പിന്നെ നിങ്ങളെ ഫുഡിനെ നിങ്ങൾ ഒരു 1000 മുതൽ 1250 കലോറിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ. ഇൻഷാ അള്ളാ. ആ, ഈ പുസ്തകം പറഞ്ഞില്ല, ചിക്കൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, അതിൽ ഫാറ്റ് ഇല്ലാന്ന്. ചിക്കൻ കറി ആ. വെച്ചതുണ്ടല്ലോ, കറി വെച്ചത്, അതുമ്പോൾ മസാല പുരണ്ടാൽ പോലും ആ ചിക്കന് തുല്യമാണ്. ചിക്കൻ ആ. നമ്മൾ മസാലക്ക് തുല്യം. അതേസമയം അത് കഴുകിയിട്ട് പുസ്തകം ചിക്കൻ മാത്രമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോട്ടീൻ കിട്ടും. ചിക്കൻ കഴുകിയിട്ട് മനസ്സിലായില്ല. ഇപ്പൊ ഉദാഹരണം നമ്മൾ ചിക്കനെ, ഇപ്പൊ നിങ്ങൾ ചിക്കൻ പറഞ്ഞ അല്ല, നിങ്ങൾ ചിക്കൻ കഴുകിയിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മൾ സാധാരണ കഴുകിയിട്ട് പിന്നെ വർക്ക് ഇതാ ചെയ്യണേ. ഓക്കെ, ചിക്കൻ ഇപ്പൊ നിങ്ങൾ കറി മാത്രമാണ് കൂട്ടുന്നത്. ആ, കറി കറി. കറി മാത്രമാണ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ ചിക്കൻ ഇങ്ങനെ വരട്ടിയത് നമ്മൾ കഴിക്കൂലേ, അതിന് തുല്യമാണെന്ന് പറയും. ആ, കാരണം അത് ശരി. അങ്ങനെ ആ ആ, അതിന്റെ മറ്റേ എല്ലാ എസൻസും ഇതിലേക്ക് കേറുന്നുണ്ട്. ആ. ഏർ, ഞാന് ആ അത് കഴുകിയെന്ന് പറഞ്ഞപ്പോഴേ ആ ഞാൻ വേഗം ചിന്തിച്ചു വേണേ ചൈനീസ് ഫുഡ് ആ പോലൊക്കെ. ഞാൻ ചെയ്യുന്ന രീതി ആ, എന്താ പറയട്ടോ സാർ, ഓക്കെ. ഇപ്പൊ ഞാൻ ആ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് വീട്ടിൽ കയറുക. ഉം. അപ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഉം. അല്ലാത്തത് ഞാൻ പുറത്തുനിന്ന് വാങ്ങാനാണ്. ഈ പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് ഉം. ചിക്കൻ ഞാൻ എങ്ങനെ ചില 2-3 ഷോപ്പുകളുണ്ട്, അവരോട് ഞാൻ പറയും കറി വെച്ച ഉം. ചിക്കൻ, അത് അവരോട് ചൂടുവെള്ളത്തിൽ കഴുകി തരാൻ വേണ്ടി പറയും. കാരണം അവർക്ക് ഇപ്പോ അതായിട്ട് ബോയിൽഡ് ചെയ്ത് തരാൻ കഴിയില്ല. അപ്പോ ആ ചിക്കൻ മാത്രം എടുക്കും, 200 ഗ്രാം ചിക്കൻ എടുക്കും, അത് ചൂടുവെള്ളത്തിൽ ഉം. നല്ല കഴുകും, എന്നിട്ട് ചിക്കൻ ഇല്ല, മാത്രമായിട്ട് വെക്കും. ഞാനൊരു ഈ ചിക്കൻ എപ്പോഴും കഴിക്കൂല കേട്ടോ. ആ, ആഴ്ചയിൽ ഒരു വട്ടം കഴിക്കും. ഒരു എന്താ പറയാ, കുഴപ്പമില്ല. അല്ല എന്നും ചിക്കൻ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ അത് നിങ്ങൾ തന്നെ 400 ഗ്രാം, ഏറിപ്പോയ 2-3 പീസ്, ആ, 2-3 ചെറിയ പീസ് അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഡെയിലി ചിക്കൻ പരിപാടി ഇല്ല. അല്ല, ആ, ചിക്കൻ അല്ല, നിങ്ങൾ ഞാൻ ഡെയിലി പറഞ്ഞതേ കഴിച്ചാലും ഉള്ളൂ അല്ല. വിഷയമില്ല. ചിക്കൻ നിങ്ങൾ ഡെയിലി കഴിച്ചാലും ഉം. വിഷയമില്ല. 400 ഗ്രാം, നമ്മളൊക്കെ ചിക്കൻ നിൽക്കുന്ന ആൾക്കാരാ. 400 ഗ്രാം 300 ഗ്രാം ഒക്കെ ഡെയിലി കഴിക്കുക, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്.
പിന്നെ ചില ആൾക്കാർ പറയും ഉം. പൈൽസിന്റെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഒന്നുമില്ല. ഞാൻ അനുഭവസ്ഥനാ. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ചിക്കനാ കഴിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഒന്നത്. രണ്ടാമത്തേത്, ഇപ്പൊ ചിക്കൻ ഫ്രൈ ആണ് അധിക സമയത്ത് കഴിക്കണമെന്ന് പറയുന്നത്. ചിക്കൻ ഫ്രൈ വന്നു കഴിഞ്ഞാൽ ഓയിൽ കയറി. ഞാന് ചിക്കൻ ഫ്രൈയില് ഓയില് കുറച്ചുള്ള സാധനമില്ല, എന്താ പറയാ, നമ്മൾ ഈ മീൻ എന്താ പറയാ, അധികം ഓയില്, അൽഫാം മോഡല്, അൽഫാം മോഡൽ. ആ ആ. ഓയിലിടാതെ ചുട്ടിട്ടുള്ള. ശരിയാ. അങ്ങനെ ഞാൻ അധികം കഴിക്കാം. അങ്ങനെ കഴിക്കാറ്, അങ്ങനെ അൽഫാം കഴിക്കാം. മോഡൽ. പക്ഷെ ജസ്റ്റ് ഒന്ന് അത് ഒന്ന് മുരിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ ഒന്ന് ചെറുതായിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കും, പെയിന്റ് ശരി എടുക്കും. ശരി. അടിപൊളി. ആ. ആ, അല്ല ആ. അങ്ങനെ, അല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ ഇൻഷാല്ലാ ഇതൊക്കെ നല്ല മാറ്റം വരും. ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള ഇതൊക്കെ ഇപ്പൊ ഞാനിപ്പോ അധികം ചെയ്യുന്നത് ഇപ്പോ ഓഫ്ലൈനായിട്ട് നമ്മളെ ന്യൂട്രീഷൻ സെന്ററുകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ റിസൾട്ട് എടുത്തു നോക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അവരൊക്കെ ഈ ബിസി ഷെഡ്യൂളിൽ ഓഫീസ് ലൈഫിൽ അതേപോലെ ഈ ഷോപ്പുകളൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. ഇവരെ സമയത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനേക്കാളും കൂടുതൽ അവരുടെ ജോലിയാണ്, വർക്കാണ്. അതന്നെ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ബിസിനസ് ഫീൽഡിലുണ്ട്. നമ്മളൊക്കെ ഷോപ്പിലേക്ക് കയറിയിരുന്ന സമയത്ത്, ഞാൻ വെയിറ്റ് കൂട്ടിയ സമയത്ത് ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഉം. 5 മണിക്കൊക്കെയാണ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുക. നമ്മൾ ചില വർക്ക് മുന്നിൽ ഉണ്ടാവുന്ന സമയത്ത് ആ ഉം. വർക്കാണ് നമ്മളെ പ്രയോറിറ്റി, നമ്മൾക്ക് തിന്നലല്ല പ്രയോറിറ്റി. ഉം. പിന്നെ കുറച്ചുകൂടി ദീനീബോധമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് 5 വക്ത് നിസ്കരിക്കലാണ് പല ആൾക്കാരും പതിവ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് വരും. അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് രീതിയാണ്. ഒന്ന്, നോർമൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന്, അതേസമയം നിങ്ങൾക്ക് അതില് ഏർ, നല്ല കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റിനെ ആശ്രയിക്കുക. ഉം. രണ്ട് ഓപ്ഷനാണ്. ഉം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചിലപ്പോൾ എനിക്ക് ഇപ്പൊ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂട്രീഷൻ സപ്ലിമെന്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഉം. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള നേരമില്ല. രാവിലെ വീട്ടിൽ ഉം. നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ആ, പിന്നെ രാത്രിയാണ് തിരിച്ച് കയറുക. മുന്നിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളൊരു പേടിന്റെ പുറത്താണ് ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കഴിച്ചിരുന്നത്. അതായത് ഏഹ് നമുക്ക് ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്യും. നമുക്ക് വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ന്യൂട്രീഷൻ ഉം. പ്രൊഡക്റ്റുകൾ ഉള്ളത്. അത് പ്രോട്ടീൻ ബാർ ആയിട്ടുള്ളുണ്ട്, പൗഡർ, നമ്മുടെ ഷെയ്ക്ക് രൂപത്തിലുള്ളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നോർമൽ ഭക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയപ്പെട്ടതുപോലെ ഫാറ്റിനെ, പ്രോട്ടീനെ, കാർബോഹൈഡ്രേറ്റിനെ, അതേപോലെ ഉം, ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈബറിനെ, ഇതിനൊക്കെ സെലക്ട് ചെയ്ത് ഒരു ഡയറ്റ് ചാർട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ശരീരത്തിലേക്ക് വേണം. അപ്പൊ ഈ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളെ കയ്യിലാണ്. അപ്പൊ തൽക്കാലം ഇപ്പൊ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷനില്ല. ആ. അപ്പൊ പിന്നെ നമുക്ക് സാധാ ഫുഡ്, നോർമൽ ഫുഡില് ഓക്കെ ന്യൂട്രീഷൻ അടങ്ങിയ സാധനങ്ങളായിട്ടുള്ള. ഓക്കെ ഓക്കെ പക്ഷെ ഓക്കെ അത് റിസൾട്ട് എന്താ നോക്കാം, അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഇൻഷാല്ലാ അതിലേക്ക് കടക്കാന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ അല്ലേ? ചെയ്താലും അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഈ നോർമൽ ഫുഡിൽ നമുക്ക് കാര്യമായിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഉം. പറഞ്ഞ പോലെ ആയിക്കോട്ടെ. എന്താ പറയാ, ന്യൂട്രീഷൻ അടങ്ങിയ സാധനങ്ങൾ ഡെലിവറി ചെയ്ത് നമുക്ക് അടിക്കാം. അതായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുന്നു. ആയിക്കോട്ടെ. അങ്ങനെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 1250 കലോറിയുള്ള ഫുഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് കറക്റ്റ് ട്രാക്ക് ചെയ്യണം. ഉം. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ഉം. ദിവസം എത്രയാണ്, 31ാമത്തെ ദിവസം എത്രയാണ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ ദിവസത്തെ വെയിറ്റും നമ്മൾ 31ാമത്തെ ദിവസത്തെ വെയിറ്റും തമ്മിലുള്ള വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിനൊരു ഇൻഷാ അള്ളാ. ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു കോച്ച് ഉം. ഉണ്ടാവും. അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് അറിയിക്കാൻ പറ്റും. അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും.
ആ ഗ്രൂപ്പിൽ ഇതാക്കുക. പിന്നെ നമ്മളെ ലൈവായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെ പ്രശ്നങ്ങൾ, ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സെഷനുകൾ ഉണ്ടാവും. അത് റെക്കോർഡായിട്ടുണ്ടാവും, ലൈവായിട്ടുണ്ടാവും. നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് കാണാം. ലൈവായിട്ടാണെങ്കിൽ രാവിലെ 5 മണിക്ക് എക്സസൈസിൻ്റെ സെഷനുണ്ട്, രാവിലെ 8 മണിക്ക് എഡ്യൂക്കേഷൻ സെഷനുണ്ട്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കോച്ചുമാരാണ് അതിൻ്റെ സെഷനുകൾ എടുക്കുക. 5 മണിക്ക് നിസ്കാരമൊക്കെ അല്ലേ? അല്ല, ഞാൻ പറയാണ് ഇതിൻ്റെയൊക്കെ റെക്കോർഡ് അവൈലബിൾ ആണെന്ന് ആയിക്കോട്ടെ. പറഞ്ഞു. റെക്കോർഡ് ക്ലാസ് അല്ലേ? റെക്കോർഡും ഉണ്ട്, ലൈവും ഉണ്ട്. ഞാൻ ലൈവിന്റെ ഉം. സമയമാണ് പറഞ്ഞത്. ലൈവ് 5 മണിക്കാണ് ഒന്നുള്ളത്, മറ്റൊന്ന് 8 മണിക്കാണ് മറ്റൊന്നുള്ളത്. പിന്നെ റെക്കോർഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ആക്സസബിൾ ആണ്. ഈ രീതിയിൽ ആയിക്കോട്ടെ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി നിങ്ങൾ ഫീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫീസ് ഇതായിട്ട് വരുന്നത് 3 രീതിയിലാണ്. ഇപ്പോൾ നോർമൽ ഫുഡിലൂടെ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് 1 മന്തിന്റെ കോഴ്സിന് വേണ്ടിയിട്ട് 999 ഒരു കോഴ്സാണുള്ളത്. മറ്റൊന്ന് ഉം. 1999 1.5 മാസത്തെ കോഴ്സാണുള്ളത്. പിന്നെ മറ്റൊന്ന് 3 മാസത്തെ പാക്കേജാണ് 3999 ഉം. ഇതാണുള്ളത്. ഇതില് എങ്ങനെയാണ് ഈ ഇങ്ങനെ ഫോളോ അപ്പുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഡയറ്റ് ചാർട്ട് ഉണ്ടാവും, കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ ഒരാളുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ആ. ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ കോഴ്സിന്റെ ആക്സസ് ഉണ്ടാവും. ഇതിന്റെ കോഴ്സിന്റെ ആക്സസ് ഉണ്ടാവും. കോഴ്സ്. ഈ കോഴ്സ് ലൈഫ് ടൈം ആക്സസ് ആണ്. വൺ ടൈം ആ. പേയ്മെന്റോട് കൂടി ലൈഫ് ടൈം ആക്സസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങളൊരു പിന്നെ ട്രാക്ക് എക്സസൈസിന്റെ ഓൺലൈനിലായിട്ടാ? ഓൺലൈൻ ആയിട്ടുണ്ട്, ലൈവ് ആയിട്ടുണ്ട്. അല്ല, അതന്നെ പറഞ്ഞത്. അതിപ്പോ ഈ ഫീസിൽ വിടുവോ? ഫീസിൽ വിടും. രാവിലത്തെ അപ്പൊ എഡ്യൂക്കേഷൻ സെഷൻ ഉണ്ടാവും, പിന്നെ രാവിലത്തെ എക്സസൈസിന്റെ സെഷൻ ഉണ്ടാവും. ഏതെങ്കിലും നിങ്ങൾക്ക് ഈ പങ്കെടുക്കാൻ എക്സസൈസിന്റെ ശേഷം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും അല്ലേ? റെക്കോർഡ് ഉണ്ടാവും, അതിന്റെ റെക്കോർഡ് ഉണ്ടാവും. LMS എന്ന് പറഞ്ഞ ഒരു ടാഗ് മാംഗോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വഴിയാണ് നിങ്ങൾക്ക് ഉം. നിങ്ങളെ മൊബൈൽ നമ്പറും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ OTP വരും. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് നേരെ ആക്സസ് ആവും. അതാണ് അതിന്റെ രീതി. ഓക്കെ, ഓക്കെ, ഓക്കെ. സാധാരണ ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഇപ്പൊ ഉം. ഇങ്ങനെ ആയിട്ടുള്ള ഒരു മാസത്തിൽ ഒരാൾക്ക് ഉം. എത്ര കുറയും? ഇപ്പൊ ഇത് ഏകദേശം അതിൽ കണക്ക് നിങ്ങളതൊക്കെ ഇപ്പൊ എത്ര കുറഞ്ഞത്? ഓക്കെ. നല്ല ചോദ്യമാണ്. ഇത് എങ്ങനെ വെച്ചാല് ഇതിന്റെ ഒരു രീതി എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. നമ്മളൊരു നമ്മൾ 10 ദിവസത്തെ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ കൃത്യമായി ഫോളോ ചെയ്യാം. ഇപ്പൊ ഒരു 10 ദിവസത്തെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് നമ്മൾ നടക്കുന്നുണ്ട്. അത് ഉം. മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യണത് വെയിറ്റ് ലോസ് ചലഞ്ച്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉം. ക്യാഷ് വൗച്ചർ ആണ് കിട്ടുന്നത്. ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടാണ് കിട്ടുന്നത്. ആദ്യം നമ്മൾ ഗോൾഡ് ഏ. കോയിനാണ് കൊടുത്തിരുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഏകദേശം ഒരു ഉം. 10 ആൾക്കാരുടെ ഗ്രൂപ്പ് ആക്കും. ഉം. ഇതിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക്, സെക്കൻഡ് കിട്ടുന്ന ഉം. ആൾക്ക്, തേർഡ് കിട്ടുന്ന ആൾക്ക്, ഫോർത്ത് കിട്ടുന്ന ആൾക്ക് നമ്മൾ ക്യാഷ് വൗച്ചറാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുന്നേ ഗോൾഡ് കോയിനാണ് ഉം. കൊടുത്തത്. 5 ഗ്രാം ഗോൾഡ് കോയിന്, 3 ഗ്രാം ഗോൾഡ് കോയിന്, ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്യുന്നത് ഒരു മൈൻഡ് സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 10 ദിവസമാണ് ആ ചലഞ്ച് ഉണ്ടാവുക. ഉം. 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 10 days വെയിറ്റ് ലോസ് ചലഞ്ച്. ഈ 10 ദിവസം ഉം. കൊണ്ട് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞു, ഒരേ ഫോക്കസോട് കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് വെയിറ്റ് ലോസ് നടന്നാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്ത് 1ാം സ്ഥാനക്കാരുണ്ട്, 2ാം സ്ഥാനക്കാരുണ്ട്, 3ാം സ്ഥാനക്കാരുണ്ട്, കേൾക്കില്ല. 4 ഹലോ, ഇപ്പൊ കേൾക്കണ്ട? ഹലോ, ആ. ഇപ്പൊ കേൾക്കണ്ടോ സാർ? കേൾക്കണ്ട, ഇപ്പൊ ഓക്കെ. ഓക്കെ. നമ്മള് അത് നിങ്ങളിപ്പോ എത്ര കിലോ കുറയൂ എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ഓർത്തത്. ഇപ്പൊ നമ്മളൊരു വെയിറ്റ് ലോസ് ചലഞ്ച്. എന്റെ കിലോന്റെ കണക്കല്ല ഞാൻ പറയാം. നിങ്ങളിപ്പോ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പൊ സാധാരണ ഒരു മാസത്തില് ഒരാൾക്ക് ഏകദേശം എത്ര കിലോ, ഒരു കൂടുതൽ വെയിറ്റ് ഓക്കെ ഉള്ള ഒരാൾക്ക് എത്ര ഏകദേശം കുറയും എന്നാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഓക്കെ ഒന്ന് ഓക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടണം. ഓക്കെ, നോ പ്രോബ്ലം. അത് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ കൂട്ടത്തില് നിങ്ങൾക്ക് തന്നെ അനുഭവമല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണുന്നതും ഇപ്പൊ കാണുന്നതും ഒക്കെ വ്യത്യസ്ത. ഓക്കെ. അല്ല സാലിസ്ഥ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാലേ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചലഞ്ച് പ്രോഗ്രാം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള ആൾക്കാരിൽ നിന്ന് 1ാം സ്ഥാനക്കാരനെയും 2ാം സ്ഥാനക്കാരനെയും 3ാം സ്ഥാനക്കാരെയും 4ാം സ്ഥാനക്കാരനെയും 5ാം സ്ഥാനക്കാരനെയും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ക്യാഷ് വൗച്ചർ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഹലോ.
ഉം. കേൾക്കുന്നുണ്ടോ? നിങ്ങളെ നെറ്റ് കുറവാണല്ലോ. ഇവിടെ നോക്കട്ടെ. ഇല്ല ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇത് നിങ്ങളതല്ലേ മറ്റേത് ഇതുള്ളത്, ഏത് അടിയിലുള്ളത്? ഏത്? കമ്പ്യൂട്ടറിന്റെ ഇത് നിങ്ങൾ വെച്ചാ? അത് ഞാൻ വെച്ച ഓക്കെ. ഞാൻ വിചാരിച്ചു എന്റെ ഫോണ് എന്റെ ഫോട്ടോ അല്ലേ അല്ല നീ അല്ല അല്ല. ഹാക്ക് ചെയ്തോ ചോദിച്ചാൽ. ആ ഡിപ്പെൻസ് ആണ്. ഇപ്പോ ഞാൻ ഇപ്പൊ നോക്കിയ ഒരു ഉദാഹരണം കാണിച്ചുതരാം. ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ്? കാണുന്നുണ്ടോ? ആ, ക്യാരറ്റാ? മധുരം കുറച്ചിട്ട് മതി, മധുരം വേണ്ട. ആ, കണ്ടിട്ടുണ്ട്. ഓക്കെ. 117 കിലോ. ഇപ്പൊ എത്ര കിലോനാ? ഇത് എന്റെ റിസൾട്ടാണ് കേട്ടോ. ഇത് എന്റെ റിസൾട്ടാണ്. നിങ്ങളിപ്പോ മറ്റേത് നോ എത്രയാണ്? ആ 66 എത്തിച്ചില്ലേ? അതെ അതെ. ഇത് ഞാനിപ്പോ എന്റെ ഉദാഹരണം പറയുന്നത് ഇതേപോലെ നമ്മളൊരു വെയിറ്റ് അല്ല, ലോസ് നിങ്ങൾക്ക് ഈ ചാലഞ്ച്. വെയിറ്റ് ഉള്ള സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? വെയിറ്റ് ഉള്ള സമയത്തുള്ള ബുദ്ധിമുട്ടാണ്. എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, പിന്നെ കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു, ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. ഇതിന്റെ കല്യാണത്തിന്റെ ടൈമിലാണ് സാർ. ഉം. ഇതാണ്. ഉം. മധുരം ഉണ്ടോ? മധുരം എത്ര മധുരം ഉണ്ടോ? വെച്ചാൽ ഓവർ മധുരമാണെങ്കിൽ അത് ഞാൻ നിങ്ങളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ആ അബി വെക്ക. അബി ഞാൻ നോക്കിയത് നമ്മളെ കൂട്ട ഇതൊരു ഇത് ഒരാഴ്ച കൊണ്ട് ഉണ്ടായ മാറ്റമാണ്. ഇത് വെയിറ്റ് ഗെയിൻ ചെയ്ത ഒരു റിസൾട്ട്. ഇതാണ് നമ്മളെ അത് കേൾക്കണ്ട. നമ്മളെ 10 ദിവസത്തെ ഒരു ചലഞ്ചാണ്. 10 ദിവസം കൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും കൂടുതൽ ഇത് ഒരു പ്രവാസിയാണ്. ഇതൊരു പ്രവാസിയാണ്. ഓക്കെ. ആ ആ. ഓക്കെ. ഉം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങളെ മൈൻഡിനനുസരിച്ചിരിക്കും അതിൻ്റെ ഇത്. നിങ്ങൾ എത്രത്തോളം ഇതിന് റിസൾട്ട് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇരിക്കുന്ന റിസൾട്ട്. 11.5 കിലോ വരെ ഞാൻ കുറഞ്ഞിട്ടുണ്ട് ഒരു മാസം ആ, കൊണ്ട്. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു മാസത്തില് ആൾക്കാർ അല്ലേ? ഒരു മാസം 17 കിലോ വരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. അതൊക്കെ മൈൻഡ് സെറ്റിനനുസരിച്ചില്ല. ഈ വെയിറ്റ് ലോസ് ചലഞ്ച് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു റിസൾട്ട് മാസത്തെ. കൂടുതൽ കിട്ടിയ ആൾക്കാരുണ്ട്. ആ. നമ്മളുള്ള സമയത്തൊന്നും വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ സമ്മാനമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോ പിന്നെ നമ്മൾ ഈ കാലങ്ങളോളം ഈ ബാക്കിൽ തന്നെ പോണ്ട് അല്ലേ? അല്ലെ? ആ, ഇല്ല. കുറ- ഓരോന്നും ഓരോ കുറഞ്ഞതിന് രീതിയാണ്. ശേഷം നമ്മളിങ്ങനെ ഉം. ഡയറ്റ് ഇങ്ങനെ. 3 രീതിയാണ്. ഒന്ന്, നിങ്ങളുടെ ആദ്യത്തെ വെയിറ്റ് ലോസ്, ശേഷം മസിൽ ഗെയിന്, പിന്നെ പിന്നെ മാസ്കുലാർ ഗെയിന്. ഇങ്ങനെ 3 രീതിയാണ്. ആദ്യം നിങ്ങളെ വെയിറ്റ് ലോസ് നടക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ആ. ലോസ് ഫാറ്റ് ലോസ് ഒക്കെ ആദ്യം നടക്കണ്ടേ. പിന്നെ നിങ്ങളെ മസിലിനെ ഗെയിൻ ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ അതിന്റെ ഡയറ്റ് വേറെയാണ്. പിന്നെ നിങ്ങളെ മാസ്കുലാറുകൾ ആ. നിങ്ങൾക്ക് കൂട്ടാനോ കാര്യങ്ങൾ മാനേജ് ചെയ്യാനോ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഡയറ്റ് വേറെയാണ്. ഓരോന്നും ഡിപ്പെൻസ് ആണ്.
നിങ്ങൾ ആദ്യം ഒരു 5 കിലോ, നിങ്ങളെ ആയിക്കോട്ടെ. സമയത്തോളം എനിക്ക് 12. വെയിറ്റ് ലോസ് വേണം, മസിലും വേണം. നിങ്ങളെ സമയത്തോളം 12 കിലോനാണ് നിങ്ങൾ ഇതാക്കളത്. അതൊരു 2 മാസം നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. ഒരു 6 കിലോന് ഒരു മാസം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് ടൈം ഗോള് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു 2 കിലോന് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. എന്നാൽ തന്നെ നല്ല മാറ്റം വരും. ആദ്യം നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യുക. ആ ഫാറ്റ് ലോസ് കഴിഞ്ഞതിന് ശേഷം മസിലിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിനോട് കൂടെ തന്നെ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, സ്കിന്നുകൾ ഡള്ളാവില്ല. ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ട് ഉദ്ദേശിക്കുന്നത്? ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യണം പറ്റി. അപ്പൊ നിങ്ങൾ നിർദ്ദേശിച്ചാൽ മതി. ഞാനിപ്പോ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ആ അപ്പൊ എനിക്കിപ്പോ നിർദ്ദേശിച്ചുള്ളൂ. നോർമൽ ഫുഡ് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക, ആ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ ബാക്കിയൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കും പോലെ ഓക്കെ. എക്സസൈസ് അപ്പൊ എങ്ങനെയാണ്, അപ്പൊ മറ്റേത് ഉസ്താ- എങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ ഉസ്താദ് ഒരു മാസത്തിന്റെ പാക്കേജ് എടുക്കുന്നത് 2 മാസത്തിന്റെ ആണോ 3 മാസത്തിന്റെ ആണോ എന്നുള്ളത് ഒന്ന് പറയും. നമുക്ക് ആദ്യം ഒരു മാസം എടുത്തിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ എടുത്തൂടെ? അങ്ങനെ ആ എടുത്താലും പോരെ? എന്നാ അങ്ങനെ മതി. അല്ലേ? മതി മതി. ഓക്കെ. എനിക്ക് ഇതിലേക്ക് എനിക്ക് പേയ്മെന്റ് ചെയ്തോളി. ബാക്കി ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. അല്ല, ഇന്നിപ്പോ നമ്മളിപ്പോ എന്താ ഫുഡ് കഴിക്കേണ്ടത്? അത് ഞാൻ ചോദിക്കട്ടെ. ഇന്നിപ്പോ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്തായാലും കറക്റ്റ് തുടങ്ങണല്ലോ. ഞാൻ ഡയറ്റ് ചാർട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ആയിക്കോട്ടെ. ഒന്നുകൂടി ഇരിക്കാം. ഞാൻ കറക്റ്റ് ഡയറ്റ് ചാർട്ട് നിങ്ങളെ ചോദിച്ചിട്ട് കറക്റ്റ് ഡിസൈൻ ചെയ്ത് തരാം. ഉം. ഓക്കെ ഇൻഷാ അള്ളാ, ഇൻഷാ കേട്ടോ. അള്ളാ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇൻഷാ